ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ സംരംഭവുമായിട്ട് ഒരു കടയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ കാവാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ജങ്കാർ കയറിയിട്ട് വേണം നമുക്ക് പുളിങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ജങ്കാർ അക്കരെയാണ് കിടക്കണത്. അന്നേരപ്പം അവർ ഫുഡ് കഴിക്കാൻ പോയിരിക്കാം. അപ്പോൾ ഒരു 2:10 ആയിട്ട് അവർ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 1:45 അങ്ങനെ ഞാൻ ഒരു കാറിൻ്റെ സൈഡിലേക്കാണ് എൻ്റെ വണ്ടി നിർത്തിയായിരുന്നത്. അപ്പോൾ ഒരു 3-4 അമ്മമാർ അതിലിരിപ്പുണ്ട്. അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 3-4 അമ്മമാർ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ അതിനിടയ്ക്ക് ഒരമ്മ പറഞ്ഞു, അപ്പോൾ അതിലൊരമ്മ പറഞ്ഞു, എൻ്റെ മരുമകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ നൈറ്റ് ഇടിപ്പിക്കണ്ട, എനിക്ക് സാരി ഉടുക്കണത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ നൈറ്റ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവളൊക്കെ എന്നെ പിടിച്ച് തല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ അമ്മയുടെ വർത്തമാനത്തിൻ്റെ ഒരു ശൈലി കേട്ടിട്ട് ഞാൻ നോക്കി, ഞാൻ ചിരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ അമ്മ പറഞ്ഞു, ദേ നീ പറയണ കേട്ടിട്ട് ആ കൊച്ച് അവിടെ നിന്ന് ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പുറത്താണല്ലോ നിൽക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങൾക്ക് സുബോധമുള്ളപ്പോഴല്ലേ നൈറ്റ് ഇടിക്കാണ്ട് സാരി തന്നെ ഉടുപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർമ്മയില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെന്താ, എനിക്ക് നൈറ്റ് ഇടാൻ താല്പര്യമില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ അമ്മോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മേ വാർദ്ധക്യം എന്ന് പറയണത് എല്ലാവർക്കും വരണതാണ്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരെന്തിനാ നൈറ്റ് ഇടിപ്പിക്കണേന്നറിയോ? കാരണം ഓർമ്മയില്ലാത്തൊരു സാഹചര്യത്തിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കുകയോ അല്ലെങ്കിൽ വിസർജിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എല്ലാ തുണിയും കൂടി എടുത്ത് കൊണ്ടുപോയിട്ട് വേണം കഴുകാനായിട്ട്. അതിപ്പോൾ എത്ര ഹോം നേഴ്സാണെന്ന് പറഞ്ഞാലും, സ്വന്തം മകളാണെന്ന് പറഞ്ഞാലും, ഏത് മരുമകളാണെന്ന് പറഞ്ഞാലും ഒരുപാട് ദിവസങ്ങളോളം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിദ്വേഷം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു നൈറ്റി ആണെങ്കിൽ ആ നൈറ്റ് മാത്രം നമുക്ക് മാറ്റി കഴുകിയാൽ മതി. ഇതാകുമ്പോൾ ബ്ലൗസ് മാറ്റണം, പാവാട മാറ്റണം, സാരി മാറ്റണം. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എഫേർട്ട് എടുക്കാനായിട്ട് മടിയാണ്, പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും ജോലിക്കാരാണ്. അപ്പോൾ അതിൽ കുറച്ച് വാസ്തവില്ലേന്ന് വേറൊരു അമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല. അല്ല, മോള് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. ഓർമ്മയുള്ള കാലം ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ഭഗവാനെ ഓർമ്മയുള്ള കാലത്ത് തന്നെ എന്നെയൊക്കെ കൊണ്ടുപോകണേ എന്ന് ഈ അമ്മ പറയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ എന്നോട് കുറേ കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് എത്തും, ശരി തന്നെയാണ്. പക്ഷേ ആർക്കാണെങ്കിലും ഈ വിസർജ്യ വസ്തുക്കൾ എടുക്കാനായിട്ട് മടി കാണിക്കുന്ന സമൂഹമാണ്. സ്വന്തം അമ്മയുടെ ആണെങ്കിലും അപ്പൻ്റെ ആണെങ്കിലും എടുക്കാനായിട്ട് മടി ഉള്ളവരാണ്. പക്ഷേ ഇതേ ഒരു ടോപ്പിക്ക് വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ചേച്ചി പറഞ്ഞു, പക്ഷേ ഇതല്ല പറഞ്ഞത്. ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മ ക്യാൻസറാണ്. അപ്പോൾ മലദ്വാരത്തിൽ കൂടെ വിസർജ്യ വസ്തുക്കൾ പോകില്ല. അതുകൊണ്ട് വയറിൻ്റെ സൈഡ് വഴി അവർ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് അതുവഴിയാണ് വിസർജ്യ വസ്തുക്കളൊക്കെ വരുന്നത്. വയറ്റിലാണ് ക്യാൻസർ കേട്ടോ. അപ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആദ്യത്തെ കുറച്ച് നാളുകൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതെടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ വർഷമായില്ലേ, 9 വർഷമായി ആ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിട്ട്. ഇതുവരെ അമ്മ മരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കത് എടുക്കാനായിട്ട് ഒരു വിഷമവുമില്ല. എന്നുവെച്ചാൽ ഈ അമ്മ ഭയങ്കര ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ്. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ ചേച്ചിയാണെങ്കിൽ വളരെ സ്ലിമ്മായിട്ടുള്ളൊരു ചേച്ചിയാണ്. അവരുടെ കൈ ഭയങ്കര ആരോഗ്യമാണ്. അവരുടെ കൈ കൊണ്ട് ഇവരടിക്കും, ദേഷ്യപ്പെടും, പിടിച്ച് ഉന്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ 2 വ്യത്യസ്ത തലത്തിലുള്ള മനോഭാവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചില വ്യക്തികൾ അവരുടെ സ്വന്തം അമ്മയുടെ പോലെ അല്ലെങ്കിൽ സ്വന്തം അപ്പൻ്റെ പോലെ നോക്കാനായിട്ട് മടിക്കാത്തവരാണ്. പക്ഷെ ചിലർക്ക് അതൊരു അറപ്പുളവാക്കുന്നതാണ്. ഇതിൻ്റെ കാരണം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ കാറിലിരുന്ന അമ്മ പറഞ്ഞത്, കിടത്താതെ മരിപ്പിക്കണേ എന്നാണ് ഞാൻ ഇന്നും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ
ദൈവം നിശ്ചയിച്ച ഒരു രീതിയുണ്ട്, അതുപോലെ തന്നെ പോകത്തുള്ളൂ. നമ്മൾ പറയുകയാണ് നമ്മുടെ മരുമക്കൾ നൈറ്റി ഇടിപ്പിക്കാൻ പാടില്ല, സാരി ഉടുപ്പിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെയാണ് ജീവിച്ചത്, എനിക്ക് ഇന്ന പോലെ തന്നെ മരിക്കണം എന്നൊക്കെ നമുക്ക് ഒന്നും വിധി എഴുതാൻ പറ്റത്തില്ല. ചിലപ്പോൾ നടന്നു പോണ പോക്കിലായിരിക്കും ഞാൻ എന്ന വ്യക്തി മരിച്ചു പോകുന്നത്. ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഒരു സൈലൻ്റ് അറ്റാക്ക് വരുന്നത്, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലൂടെയാണ് മരിക്കണത്. ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആയതിനാൽ ഉള്ള കാലം എൻ്റെ കൂടെ ആരൊക്കെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ നിൽക്കേണ്ടതെന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കേണ്ടത്. അവർക്ക് വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ വൃദ്ധസദനത്തിലോ മറ്റോ കൊണ്ടുപോയി ആക്കാൻ പറ്റത്തില്ലല്ലോ. അവരെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആയതിനാൽ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.